ആൾത്തിരക്ക് കുറഞ്ഞ സൺസെറ്റ് പോയിന്റ് അന്വേഷിച്ചുള്ള വയനാട് യാത്രയിലാണ് മഞ്ഞപ്പാറ വ്യൂ പോയിന്റിനെ കുറിച്ച് അറിയുന്നത്. അമ്പലവയൽ ടൗണിനോട് ചേർന്നുള്ള സ്ഥലമാണെങ്കിലും ഗൂഗിൾ ലൊക്കേഷൻ തെറ്റി ആദ്യം പോയത് മെയിൻ റോഡിന് താഴേക്കുള്ള ഒരു മണ്ണിട്ട വഴിയിലേക്കാണ്. അത് വന്ന് അവസാനിച്ചതോ പ്രവർത്തനം നിർത്തിയ ഒരു പഴയ പാറമടയിലേക്ക്. അധികം വെള്ളമൊന്നും നിറഞ്ഞിട്ടില്ലാത്ത ഒരു ക്വാറിയുടെ അവശേഷിച്ച ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. വന്ന വഴി തിരിച്ചുപോയി വഴിയോരത്തെ ഒരു കടയിൽ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് മഞ്ഞപ്പാറ വ്യൂ പോയിന്റിലേക്കുള്ള ശരിക്കുള്ള റൂട്ട് ആ കടയോട് ചേർന്ന് ഒരു കയറ്റം കയറിപ്പോകുന്ന ഈ മണ്ണിട്ട വഴിയാണെന്ന്. ഇവിടെ പ്രവേശന ഫീസ് ഒന്നും നൽകേണ്ടതില്ല. മുകളിലേക്ക് കുറച്ച് ദൂരം കൂടി വാഹനങ്ങൾ കൊണ്ടുപോകാമെങ്കിലും കാഴ്ചകളൊക്കെ കണ്ട് ഒരു ട്രെക്കിംഗ് വൈബിൽ നടന്ന് കയറാൻ തീരുമാനിച്ചു. ട്രെക്കിംഗ് എന്ന് പറയാൻ മാത്രമുള്ള ദുർഘടങ്ങളൊന്നും ഈ പാതയിലില്ല. ഒരു പാറയുടെ മുകളിലേക്ക് സാമാന്യം ചെറുതല്ലാത്ത ഒരു കയറ്റം. വശങ്ങളിൽ പുല്ല് നിറഞ്ഞ ഈ കൊച്ചു വഴിയിലൂടെ പലപ്പോഴായി വാഹനങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി: ഒത്തിരി സഞ്ചാരികൾ ഇവിടെ അറിഞ്ഞെത്താൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഭാഗം മുതൽ വഴിക്ക് കൂടുതൽ ഓഫ് റോഡ് സ്വഭാവം വന്ന് തുടങ്ങുന്നതിനാൽ മിക്കവരും വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് നടപ്പ് തുടങ്ങുന്നത്. ഒരു വശം ക്വാറിയുടെ ഓരം ചേർന്നുള്ള ഈ വഴി മുകളിലേക്ക് കയറുന്തോറും കാഴ്ചയുടെ തലങ്ങളും മാറുന്നു. പാറകൾ തുരന്നെടുത്ത ക്വാറിയുടെ ഭീകരത വെളിവാക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നുള്ള ഇത്തരം സെൽഫി എടുക്കൽ ദയവായി ഒഴിവാക്കുക. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ വയനാടിൽ സഞ്ചാരികളുമായി ഓഫ് റോഡ് ജീപ്പുകൾ കറങ്ങുന്നത് പതിവാണെങ്കിലും ഈ സ്ഥലത്ത് അത്ര പ്രതീക്ഷിച്ചില്ല. അങ്ങകലെ ആ കാണുന്നത് കാരാപ്പുഴ ഡാമിൻ്റെ റിസർവോയറാണ്. വയനാടിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈൻ കാരാപ്പുഴ ഡാമിനോട് ചേർന്നുള്ളതാണ്. നമ്മൾ വ്യൂ പോയിന്റ് വരുന്ന പാറയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. പാതയോരത്ത് അകമ്പടിയായി പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നു. വ്യൂ പോയിന്റിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപുള്ള മറ്റൊരു മനോഹര സ്പോട്ട് എത്തിയപ്പോൾ കാഴ്ചകൾ കൂടുതൽ രസകരമാകുവാൻ തുടങ്ങി. ഈ കാണുന്ന ഷെഡ് ഒരു കൊച്ചു വീടാണ്. ഏറ്റവും മുകളിലെ പാറപ്പുറത്തേക്ക് കയറുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നിന്ന് സൺസെറ്റ് ആസ്വദിക്കാവുന്നതാണ്. പാറപ്പുറത്തേക്കുള്ള കയറ്റം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അതികഠിനമായ കയറ്റമല്ലെങ്കിലും സാമാന്യം നല്ലൊരു ട്രെക്കിംഗ് അനുഭവം ആണിത്. അങ്ങപ്പുറം ടൗണിൻ്റെ കാഴ്ചകളും കൂടി ദൃശ്യമാകുന്നു. ഇവിടുന്ന് കുറച്ചുകൂടി മുകളിലേക്ക് കയറിയാൽ മഞ്ഞപ്പാറ ടോപ്പ് പോയിന്റ് എത്തും. ആസ്വാദനത്തിൻ്റെ പടവുകൾ കയറിയെത്തിയ ആളുകൾ ഇവിടെ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരിപ്പുണ്ട്. യുവാക്കളാണ് കൂടുതൽ പേരും. ഇത്രയും നടന്നതിൻ്റെ കിതപ്പ് മാറും വിധം എന്തെന്നില്ലാത്തൊരു ശീതളിമ മനസ്സിൽ തോന്നിത്തുടങ്ങി. സൂര്യശോഭയിൽ ലയിച്ചിരിക്കാൻ പറ്റിയ സമയം ഇവിടുത്തെ അസ്തമയം തന്നെയാണ്. താഴേക്ക് പതിക്കുന്ന സൂര്യപ്രഭയിൽ വെട്ടിത്തിളങ്ങിയ കാരാപ്പുഴ ഡാം റിസർവോയർ പ്രകൃതിയുടെ ഒരു അവിശ്വസനീയ ക്യാൻവാസായി തോന്നി. അതിലേക്ക് ഉറ്റുനോക്കി സഞ്ചാരികളുടെ സൗഹൃദങ്ങൾ സായാഹ്നം ആസ്വദിച്ചിരിക്കുന്നു. അങ്ങ് വിദൂരതയിൽ കാണുന്നത് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന പാറയാണ്. സസൂക്ഷ്മം വീക്ഷിച്ചാൽ ആ പാറയുടെ മുകൾ ഭാഗത്തിൻ്റെ ആകൃതി ശയനത്തിലുള്ള ഒരു സ്ത്രീരൂപത്തിന് സമാനമായി തോന്നാം. ഐതിഹ്യപ്രകാരം ഇത് സീതാദേവിയുടെ പ്രതിബിംബമായി ചിലർ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അങ്ങകലെ ഡാമിൻ്റെ പശ്ചാത്തലം കൂടി വന്നതാകാം മഞ്ഞപ്പാറ വ്യൂ പോയിന്റിൽ നിന്നുമുള്ള കാഴ്ചകൾ ഇത്ര മനോഹരമാകാൻ കാരണം. ബാണാസുര സാഗർ അണക്കെട്ട് പോലെ തന്നെ ഇതും ഒരു എർത്ത് ഡാമാണ്. വയനാടിൻ്റെ മുൻ MP കൂടിയായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടെയാണ് കാരാപ്പുഴ ഡാമിനോട് ചേർന്നുള്ള സിപ്പ് ലൈനും ജയന്റ് സ്വിങ്ങും അടങ്ങിയ അഡ്വഞ്ചർ പാർക്ക് മലയാളികൾ അല്ലാത്തവരെയും ആകർഷിക്കാൻ തുടങ്ങിയത്. അമ്പലവയൽ ഭാഗത്ത് ഒരു വൺ ഡേ ട്രിപ്പ് വരുന്നവർക്ക് ഇത് മാത്രമല്ല തൊട്ടടുത്തുള്ള ഫാൻറ്റം റോക്ക് പോലുള്ള സ്ഥലങ്ങൾ കൂടി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്.